അങ്ങനെ രാവിലെ ജോലിക്ക് പോകുന്നിടയ്ക്ക് നമ്മൾ പ്രിയ സുഹൃത്ത് അവരുടെ വാഹനം നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവനോട് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പോകുന്ന നേരത്ത് അവൻ എനിക്കൊരു യോയോ അങ്ങോട്ട് തന്നു കേട്ടോ. അതും വാങ്ങി ഞാൻ നേരെ എൻ്റെ ജോലിക്ക് പോവുകയാണ്. പോകുന്നിടയ്ക്ക് നമ്മുടെ കനോലി പ്ലോട്ടിൻ്റെ അവിടെ കുറച്ച് നേരം നിന്നു കേട്ടോ. എന്താ വെച്ചാൽ രാവിലെയൊക്കെ കുറച്ച് സമയം ഇങ്ങനെ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ. അതിവിടെ മാത്രമല്ല, നമ്മൾ ഈ പ്രകൃതിയിലൂടെയൊക്കെ നടന്നു പോകുന്ന സമയത്തൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെയാണ് നമ്മൾ ഇതിലൂടെ വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോൾ. അത് ബൈക്കിലാകുമ്പോൾ കൂടുതൽ ഭംഗി കൂടും കേട്ടോ. എന്താണ് ഞാൻ പോകുന്ന ഇടയ്ക്ക് ഞാൻ എന്താ വെച്ചാൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഉച്ചയ്ക്ക് ഫുഡ് നമ്മുടെ അമൃത ഹോട്ടലിൽ നിന്നാട്ടോ. നല്ല ഫുഡാണ്. പോരുന്ന വഴിക്ക് ഇതേ കണ്ട നിങ്ങൾ ഒരു ആൽമരത്തിനെ പോലൊരു മരം ഉണ്ട് ഇവിടെ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അത് മുഴുവനായിട്ട് വേരിങ്ങനെ താഴോട്ട് വന്നൊരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണ് നിത്യജീവിതത്തിൽ. അതിങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് ഇതേ കണ്ട നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ഉറങ്ങുക റോഡ് സൈഡിൽ. ഒരു വിശ്വാസമാണല്ലേ എല്ലാം. അങ്ങനെ പോകുന്നിടയ്ക്ക് ഈ ഒരു പൂവിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമോ? എന്താണ് ഇതിൽ വേറെ പ്രത്യേകത? ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ട നിങ്ങൾ ഇതെടുത്തിട്ട് പണ്ട് കാലത്ത് ഈ യക്ഷിയുടെ നഖെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാറുണ്ട്. അങ്ങനെ ആ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ മുന്നോട്ട് അങ്ങനെ പോകുന്ന ഇടയ്ക്ക് ഒരു റോളർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പതിയെ ഡീസൻ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ബസ്സിൻ്റെ ബാക്കിൽ ഞാനും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ബസ്സാണെങ്കിൽ നല്ല ഹോണൊക്കെ അടിച്ച് നല്ല വീശൊടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തിയപ്പോൾ ചെറിയൊരു കൊറിയർ വന്നിരുന്നു. അത് പിന്നീട് ഞാൻ അറിയിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ നാട്ടിലൊരു ചെറിയ മിനി സൂപ്പർ മാർക്കറ്റാണ് ഈ കാണുന്നത്. എന്താണ് അവിടെ പോയി പഴയൊരു കുട്ടിക്കാല ഓർമ്മയാട്ടോ. ഈ കൊതുക് കണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ചമ്മൽ കൂട്ടി കത്തിക്കും. അപ്പോൾ ആ കാഴ്ചകളും കണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് ഒന്ന് തിരിച്ചു പോവുകയാണ്. എന്താണെങ്കിലും എൻ്റെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ദിവസം കൂടി ആയിരുന്നു കേട്ടോ എന്ന്. എന്താണെങ്കിലും ഒരു ദിവസം കൂടിയും കഴിഞ്ഞു പോവുകയാണ്.